പിന്നെ എടുത്തൊരു 21 ദിവസം അല്ലെങ്കിൽ 22 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ചക്ക വൈനടക്കമാണ്. ഇപ്പോൾ ഇതൊക്കെ കൂഴച്ചക്കയാണ്. കൂഴച്ചക്കയല്ല, നമ്മളിത് വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുളയൊക്കെ എടുത്തിട്ട് ഇന്ന് ഇതിനെ വൈനിടാം. എന്താവുമെന്ന് കണ്ടറിയാം. ഓക്കെ, അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നല്ല കുറച്ച് കേടൊക്കെ ഉണ്ട്. അപ്പോൾ കേടൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ലത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ചുള എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അതിൻ്റെ വേസ്റ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല പാർട്സുകൾ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ട് ഈച്ചകളൊക്കെ വന്ന് തുടങ്ങി, നമ്മുടെ കൊച്ചീച്ച. അപ്പോൾ എന്തായാലും നമുക്കിതിനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ഓരോ ഇതിലായിട്ട് എടുത്ത് നമുക്കത് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രത്തിനകത്തോടെ എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഇത്രയും കൂടെ ഉണ്ട്, ഇതിനെ കൂടെ ഒക്കെ എടുത്തിടാം. ഇതിപ്പോൾ ഇതിലെ കുരുവൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല, കുരുവൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കളയാം. അതിപ്പോൾ ചുളയൊക്കെ എടുക്കാം. എല്ലാം ഇളക്കിയതേ ഈ പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു ചക്കയാണ് ഇതായിരിക്കുന്നത്. എന്തായാലും നമുക്കിനി ഇതിൻ്റെ അടുത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഇപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാടകൾ, അതായത് ചവണി ഇരിപ്പുണ്ട്, ചേർത്ത് കുരു ഇരിപ്പുണ്ട്. ആ കുരു ഉൾപ്പെടെ നമുക്കെടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കെടുത്ത് മാറ്റി അടുത്ത പാത്രത്തിലാക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് ഇപ്പോൾ എല്ലാ ചക്കച്ചോളേൻ്റെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. കുരുവെല്ലാം ഈ പാത്രത്തിൽ കിടപ്പുണ്ട്, കുരുവും പാടയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുന്ന ഈ ചക്കയെല്ലാം നമുക്കത് ഇനിയും 2-3 പീസായിട്ട് കീറണം. എന്നാൽ മാത്രമേ അതിൻ്റെ സത്തെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത അതിലേക്ക് പോകാം. ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്രയും വലുതേ കാരണം പിച്ചാത്തി വെച്ച് നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം അരിയാനുണ്ട്, മൊത്തം അരിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കുറേ നേരം പരിശ്രമിച്ചിട്ട് നമ്മുടെ ചക്ക എല്ലാം ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഞാൻ അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചക്ക ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ ഏകദേശം 3 കിലോ ഉണ്ട്. അപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം നമുക്ക് ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് അനത്ത് കൂടെ ചെയ്യണം. സാധാരണ ചൂടാക്കാറില്ല, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ 3 ലിറ്റർ വെള്ളം ഉണ്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് ഗ്രാമ്പു, പട്ട അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചൂടാക്കാം. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് നനന്നാൽ മാത്രം മതി. ഇപ്പോൾ 3 കിലോ എടുത്തിട്ടുള്ള 1.5-2 കിലോ പഞ്ചാര മതി. നമുക്കിപ്പോൾ 2.5 ആയതുകൊണ്ട് 2 കിലോ വരുന്നുണ്ട്. അത് നമ്മൾ പഞ്ചാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം അല്പം കൂടുതലാണ്, തുളുമ്പിക്കളയുന്നുണ്ട്. കുറച്ച് മാറ്റേണ്ടി വരും. കുറച്ച് വെള്ളം മാറ്റാം. അത് നമ്മൾ കുറച്ച് വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് പഞ്ചാര അടി പിടിക്കാതിരിക്കാനും കലങ്ങാനും വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സാധാരണ രീതിയിൽ ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ചൂടാക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ചൂടാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും കീടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് നമ്മളിതിനെ തുറന്ന് നോക്കുന്നില്ല. ഇപ്പോൾ മൂടിക്കെട്ട് വെച്ച് കഴിഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് തിരിച്ച് കീടങ്ങളൊന്നും കയറാത്ത രീതിക്ക് മാവ് അല്ലെങ്കിൽ മണ്ണെന്തെങ്കിലും ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാവ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മാവ് ആദ്യം ക്ലോത്ത് ഉപയോഗിക്കും. ക്ലോത്ത് ഉപയോഗിച്ച് അടച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ മാവ് ഉപയോഗിച്ച് കൂടെ ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ എയർ പുറത്തേക്ക് പോകുക, അകത്തേക്ക് അങ്ങനെ കീടങ്ങളൊന്നും കയറില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ്. കാരണം മുമ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ പുളിച്ച് പോയിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ പുളിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടാക്കാതെ വയ്ക്കുമ്പോഴാണ് പുളിച്ച് പോകുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് നനഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് തണുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പുളിച്ച് പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചൂടാക്കുന്നത്. ഏകദേശം ചൂടായെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ചൂടാക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് പട്ട ചേർക്കുകയാണ്. കുറച്ച് ഗ്രാമ്പു കൂടെ ചേർക്കണം. അപ്പോൾ ഗ്രാമ്പു സെപ്പറേറ്റ് ആക്കിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. ഇതൊന്നും ചതയ്ക്കാതെയാണ് ചേർക്കുന്നത്. അപ്പോൾ ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ചേർക്കാവൂ, ചതയ്ക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് അത്യാവശ്യം ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ പട്ട ചേർത്തിട്ടുണ്ട്. ഇനി ഗ്രാമ്പുവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള വേറൊരു സാധനമുണ്ട്, അതിൻ്റെ പേരും നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ചൂടായി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓഫാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ തണുപ്പിച്ചെടുക്കാം. എന്തായാലും നമുക്ക് ഇന്ന് അതിനെ പാക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമുക്കിതിനെ മൂടി വയ്ക്കാൻ പറ്റുള്ളൂ. വൈൻ സെറ്റായി വരുമ്പോൾ ഒരു മഞ്ഞ കളറായിരിക്കും. പൈനാപ്പിൾ ചക്ക ഇടുന്നത് പോലെ, പൈനാപ്പിൾ വൈൻ ഇടുന്നത് പോലെ ഒരു മഞ്ഞ കളറായിരിക്കും. കാരണം നമ്മുടെ ചക്ക മഞ്ഞ ചക്കയാണ്. ഇപ്പോൾ ചെമ്പരത്തി ചക്ക ചുവന്ന ചക്കയാണെങ്കിൽ നമുക്ക് ചുവന്ന കളറുള്ള വൈൻ കിട്ടും.
ഇപ്പോൾ ചെമ്പരത്തി ചക്ക ഇല്ലാത്തത് കൊണ്ട് നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂഴച്ചക്ക പറ്റുമെന്ന് അറിയത്തില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതുപോലെ തന്നെ തണ്ണിമത്തൻ ട്രൈ ചെയ്തു, പക്ഷേ തണ്ണിമത്തൻ സക്സസ് ആയിരുന്നില്ല, അത് ചെറുതായിട്ട് ഫ്ലോപ്പായിരുന്നു. പുറത്തിച്ചക്ക ചെയ്തിട്ടുണ്ട്, അത് കൊള്ളാം, കുഴപ്പമില്ല. ഞാറ ചെയ്തിട്ടുണ്ട്, അതും കൊള്ളാം. മുന്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനത്തെ ഇതിനെ ഇളക്കി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഗ്രാമ്പൂവും അടുത്തെല്ലാം ചേർക്കുന്നതിനും കൂടെ കാണിക്കാം. അടുത്തതായിട്ട് നമ്മളിതേ കുറച്ച് ഗ്രാമ്പൂ, പട്ട, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർ, എൻ്റെ പേര് പൂണ്ട് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്ര ഇടുന്നുണ്ട്. അപ്പോൾ പൊടിച്ചിടുകയാണെങ്കിൽ ഈ ഗ്രാമ്പൂ ഒന്ന് ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി, അല്ലാതെ പൊടിക്കാതിടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇട്ടാലും കുഴപ്പമില്ല. കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ അതിനെ കൂടെ ഇട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി തണുപ്പിച്ചെടുക്കണം. ഇനി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോൾ നമുക്കത് കലത്തിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, ഈ ഒരു കലമാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 4-5 ലിറ്റർ കൊള്ളും. അപ്പോൾ കലം അല്ലെങ്കിൽ ഭരണിയാണ് നല്ലത്. അപ്പോൾ അതായത് ഓടാതിരിക്കുക ഒരു വളയം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വയ്ക്കുക. ഭരണി, ഗ്ലാസ് ജാർ അതൊക്കെ നല്ലതാണ്. ഗ്ലാസ് ജാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കട്ടിയുള്ള ഗ്ലാസ് ജാറായിരിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് വൈനിടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു ഗ്ലാസ് ജാറാണ്. വളരെ ഉള്ളിത്തോല് പോലെ ഉണ്ടായിരുന്നൊരു ഗ്ലാസ് ജാർ ആയതുകൊണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ അതായത് വാങ്ങിക്കുമ്പോൾ ഗ്ലാസ് ജാർക്ക് വാങ്ങിക്കുകയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാനായിട്ട്. ഇതിപ്പോൾ വളരെ കട്ടി കുറഞ്ഞതാണ്. കലത്തിലേക്കായിട്ട് വരാം. അപ്പോൾ കലം നിങ്ങൾ എടുക്കാൻ നേരത്ത് നന്നായിട്ട് അതിനെ ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. നമുക്ക് അതിനെടുത്ത് ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ തണുക്കുമ്പോൾ നമുക്ക് അതിനെ മൂടി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ സാധനം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കത് ആദ്യം ഒരു തൂക്കാത്ര ഉപയോഗിച്ച് കുറച്ച് കോരി ഒഴിക്കാം. കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ ഒഴിക്കാം, അല്ലെങ്കിൽ അത് കളഞ്ഞു പോകണമെങ്കിലോ. എന്തായാലും അത് മൂടി വയ്ക്കുമ്പോൾ തണുത്തതിന് ശേഷം മൂടി വയ്ക്കുന്നുള്ളൂ. ചെറിയുണ്ട്. പഞ്ചസാരയെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും എളുപ്പമായി. നമ്മളിത് കലത്തിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കലമൊക്കെ ചൂടായിരിക്കുകയാണ്. ഇത് നമുക്ക് തണുക്കണം. ഇപ്പോൾ വൈകുന്നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് നാളെ തണുത്തതിന് ശേഷം ഇതിനെ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു പാത്രം വെച്ച് മാത്രം മൂടി വയ്ക്കുന്നു. അപ്പോൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടൺ ക്ലോത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി വയ്ക്കുന്നുണ്ട്. അത് വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് കവർ ചെയ്ത് കെട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് നാളെ നോക്കാം. എന്താ ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇത് നല്ല മധുരമുള്ള ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഉറുമ്പുകൾ എവിടെ നിന്ന് വേണമെങ്കിലും പറന്ന് വരാം. അപ്പോൾ നമ്മുടെ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്കാണ് കലം വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാകില്ല. പിന്നെ അടപ്പ് വെച്ച് മൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് തണുത്തതിന് ശേഷം നാളെ ബാക്കി ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. അതിന് മുന്നേ കുറച്ച് ഈസ്റ്റ് ഇടണം. അപ്പോൾ ഈസ്റ്റ് ഇടാം. ഇപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളൂ, ഒരു 1/2 ടീസ്പൂൺ കാണാം. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിനൊന്ന് ഇളക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു തുണി വെച്ച് മൂടി കെട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മല്ലെന്ന് പറയുന്ന തുണിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് തുണിയാണ് എടുക്കുക. ഇതിപ്പോൾ ഒരു 4-5 5 മടക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ വച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ 6 മടക്കിയായിട്ടാണ് നമ്മുടെ തുണി വെച്ചിട്ടുള്ളത്. ഇനി കെട്ടുന്നതിന് പകരം റബ്ബർ ബാൻഡ് ഇടാം. അതാകുമ്പോഴത്തേക്ക് അധികം പണിയില്ല. അപ്പോൾ ആവശ്യം നമ്മൾ റബ്ബർ ബാൻഡ് ഇടുകയാണ്. ഒരു ചുറ്റി ഇടുന്നുള്ളൂ, കാരണം അത്രയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 6 റബ്ബർ ബാൻഡ് എടുത്ത് നമുക്ക് ചുറ്റി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ഈ വിളിമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ആവശ്യത്തിന് മാത്രം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് മാവ് ഊറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ സൈഡുകൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ സൈഡുകൾ കട്ട് ചെയ്യുന്നതിൻ്റെ കാരണം നമുക്കിപ്പോൾ കട്ടാവണമില്ലല്ലോ. മാവ് പൊത്തുന്ന സമയത്ത് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സൈഡുകളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ മാവ് വെച്ച് മൂടുന്നുണ്ട്. നമ്മളിതിനെ അനക്കൊന്നും ചെയ്യുന്നില്ല. 20-21 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മാവൊക്കെ നമ്മൾ ഒപ്പിക്കുന്ന സമയത്ത് ഈ തുണി താഴോട്ടിരുന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കവറാവില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ കെട്ടുന്നത് വഴി എയർ പ്രഷർ കൂടുമ്പോൾ പുറത്തേക്ക് പോകും, അകത്തേക്ക് കയറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് അടുത്ത് മാവ് കുഴച്ചതിന് ശേഷം എല്ലാ സൈഡും മുകൾ ഭാഗത്തും ഒക്കെ വയ്ക്കാൻ. അപ്പോൾ നമ്മളിത് മാവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാവ് എടുത്തിരിക്കുന്നത് മൈദ മാവാണ്. നമുക്കിപ്പോൾ അതിൻ്റെ എല്ലാ സൈഡ്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മാവ് ഒന്നും എടുക്കുക, അല്ലെങ്കിൽ മണ്ണായിരുന്നാലും മതിയില്ല. മണ്ണെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈറനടിച്ച് താഴോട്ട് വീണ് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ചെവ അടിക്കുക. അതുകൊണ്ട് മാവാകുമ്പോൾ അങ്ങനത്തെ വലിയ വിഷയങ്ങൾ വരുന്നതെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മാവ് എടുത്തിട്ടുണ്ട്. ഇനി കുഴച്ച് നല്ല കട്ടിക്കെടുക്കാം.
ഫ്രണ്ട്സ് നമ്മൾ ആദ്യം എടുത്ത മാവ് അതേ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബാക്കിയുള്ള മാവ് കൂടെ കുഴച്ചെടുക്കണം. അപ്പോൾ അതുകൂടെ കുഴച്ചിട്ട് കാണിക്കാം കേട്ടോ. ഫ്രണ്ട്സ് നമ്മൾ മാവ് അതേ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലോട്ട് നോക്കി വയ്ക്കാം. ആദ്യം കുറച്ച് വെള്ളം എടുത്ത് മുകളിലും തടവേണം ഇതിലോട്ട് നോട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ടൊന്നും തേക്കണ്ട, അല്ലെങ്കിൽ ഇതിൽ പിടിക്കത്തില്ല. കുറച്ചെടുത്ത് മാവ് നല്ല വലിഞ്ഞിരിക്കും. അതിപ്പോൾ മാവൊക്കെ ഒപ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനടുത്തൊരു ഇരുട്ട് മുറി കൊണ്ടുവയ്ക്കാം. പിന്നെ ഇത് 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പം ലീക്കാകാൻ സാധ്യതയുണ്ട്, മൺകല ആയതുകൊണ്ട്. അങ്ങനെ ലീക്കാവുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ കൂടിയിട്ട് മൂടേണ്ടതുണ്ട്. പിന്നെ ഈ മാവ് ഇപ്പോൾ നല്ല ഉണങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഉണങ്ങുന്നതനുസരിച്ച് ചിലപ്പോൾ വിടവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് വേണം. പിന്നെ ഒരുപാട് എയർ ടൈറ്റ് ആണെങ്കിൽ ഇത് ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ഒരു സൂചി കൊണ്ടിട്ട് ഓട്ടം വെച്ച് കൊടുക്കണം, എന്നാലേ എയർ പോകുള്ളൂ, അല്ലെങ്കിൽ കലം പൊട്ടി പോകും. പിന്നെ എടുത്തിട്ട് 21 ദിവസം അല്ലെങ്കിൽ 22 ദിവസം കഴിഞ്ഞിട്ട് കാണാം.